ആശ്ചര്യമേതുവാരാൽ വർണ്ണിച്ചിടാൻ, ആശ്ചര്യമേതുവാരാൽ വർണ്ണിച്ചിടാൻ, കൃപയേ 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 കൃപയേ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കാലത്രയങ്ങൾ തിരുമുമ്പിലിരിക്കുന്ന ത്രികാലവേദിയായ തിരുമേനിയുടെ തിരിച്ചറിയാനുള്ള വലിയൊരു ഭാഗ്യം നമുക്ക് ഫിലദൽഫിയ AG ഷാർജ ഒരുക്കിയതിൽ ഞാൻ സന്തോഷിക്കുകയും അവർക്ക് അതിന് കൊടുത്ത പ്രേരണയ്ക്ക് ഞാൻ ദൈവത്തെ ഉയർത്തുകയും അവർക്ക് ദൈവം നന്മ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 8ാമത്തെ മെസ്സേജിലേക്ക് നമ്മൾ ഇന്ന് കയറുകയാണ്. പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റെജി തോമസ് അവർകളത് പറഞ്ഞല്ലോ. അദ്ദേഹത്തോടും കുടുംബത്തോടും സഭയോടുള്ള നന്ദിയും കൂടെ തരണത്തിൽ ഓർപ്പിക്കട്ടെ. നമുക്ക് തിരുവഴുത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മൾ നിത്യത മുതൽ നിത്യത വരെ എന്ന വിഷയത്തിൽ എവർലാസ്റ്റിംഗ് കിങ്ഡം എന്ന ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുക. ഇവിടെ നിങ്ങളുടെ ഓരോ ഭാഗങ്ങൾ നമ്മൾ പഠിച്ചു പോവുകയാണ്. ഇനി എവർലാസ്റ്റിംഗ് കിങ്ഡം. കഴിഞ്ഞ ദിവസം വരെ മുഖവര നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മളൊരു പോയിന്റ് ആരംഭിച്ചിരിക്കുന്നു. അത് നിത്യരാജ്യം എന്ന വിഷയമാണ്. സാക്ഷാൽ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവരാജ്യത്തെക്കുറിച്ച് ഒത്തിരി പേർക്ക് വിവിധ അഭിപ്രായങ്ങൾ ഉണ്ട്. അഭിപ്രായങ്ങൾ നല്ലതാണ്, നമുക്കതെല്ലാം പരിശോധിക്കേണ്ടതാണ്. തിരുവഴുത്തിൽ നിന്ന് നമുക്കത് പരിശോധിപ്പാൻ ദൈവം കൃപ തരട്ടെ. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വിശാലമായ അറിവിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മുടെ മക്കൾ ഇപ്പോൾ വായിച്ച് കേൾപ്പിക്കുന്നതാണ്. Everlasting kingdom of God. The kingdom prepared for you from the foundation of the world. മലയാളം വായിക്കാം. യഹോവയുടെ യേശുവിന്റെ നിത്യരാജ്യം. 11. ഈ 3 വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണ്. ശ്രദ്ധിക്കുക. ആദ്യത്തെ 2 വാക്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച് പഠിച്ചതാണ്. എങ്കിലും ഇന്നത്തെ പഠനാരംഭത്തിൽ അത് നിങ്ങളെ ഓർപ്പിക്കാൻ വേണ്ടി പറയുന്നു. 145-13 സങ്കീർത്തനം വായിച്ചാട്ടെ. അത് വായിക്കുമ്പോൾ നമുക്ക് 1-2 കാര്യങ്ങൾ വ്യക്തമാകുന്നതാണ്. വായിക്കാം. യഹോവയുടെ രാജ്യത്വം നിത്യരാജ്യത്വമാണ് എന്ന് നമ്മൾ പഠിച്ചിരുന്നു. യഹോവയുടെ രാജ്യത്വം നിത്യരാജ്യത്വമാണ്. 2 പത്രോസ് 1:13-11 നമ്മൾ വായിച്ചിരുന്നു യേശുക്രിസ്തുവിൻ്റെ നിത്യരാജ്യം എന്ന്. 2 പത്രോസ് 1:11 പകുതി ഭാഗം മുതൽ വായിച്ചാൽ മതി. വായിക്കാം. 2 പത്രോസ് 1:11 നമ്മൾ പഠിച്ചതാണത്. നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യം. ഇവിടെ നമ്മളൊരു കാര്യം തെളിയിച്ചു. യഹോവയുടെ നിത്യരാജ്യം, യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യം. നിത്യരാജ്യം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. രാജാവ് ഒന്നേ ഉള്ളൂ. ആ രാജാവ് ആര് എന്ന് കൃത്യമായി മനസ്സിലാക്കി. ടൈറ്റിൽ വ്യക്തമാണ്. യഹോവ യേശുക്രിസ്തു. അതിനെക്കുറിച്ചുള്ള വിശാലത നമുക്ക് പഠിക്കാൻ വരുന്നുണ്ട്. അത് മറ്റൊരു ഭാഗം. യഹോവയുടെ ഏകത്വം എന്ന വിഷയത്തിലേക്ക് നമ്മൾ കടക്കും. അഥവാ രാജാവിൻ്റെ ഏകത്വം എന്താണ് എന്ന് പഠിക്കുന്നുണ്ട്. അതിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ വിഷയത്തിലേക്ക്, ഞാൻ ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുന്നു. യഹോവയുടെ നിത്യരാജ്യം, യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യം. പക്ഷേ മത്തായി 25:34 നമ്മളൊന്ന് വായിച്ചേ ഇംഗ്ലീഷ്. Then shall the king say unto them on his right hand, Come, ye blessed of my Father, inherit the kingdom prepared for you from the foundation of the world. The kingdom prepared for you from the foundation of the world. ഇത് വളരെ ചിന്തിക്കേണ്ടതാണ്. മലയാളം കൂടെ നമുക്ക് വായിച്ച് കേട്ടിട്ട് ഞാൻ പറയാം. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ
സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിലിരിക്കും. സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. 34 വാക്യം. രാജാവ് തന്റെ വലത്തുള്ളവരോട് Yes. അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം. ഇവിടെ 2 പ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ബൈബിൾ ദൈവരാജ്യത്തെക്കുറിച്ച്, യഹോവയുടെ രാജ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള എല്ലാ ടൈറ്റിലുകളും തിയോക്രാറ്റിക് കിങ്ഡം എന്ന എൻ്റെ പുസ്തകത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ യേശുവിൻ്റെ അഥവാ യഹോവയുടെ നിത്യരാജ്യം, എന്നാൽ ലോകസ്ഥാപനം മുതൽ ഒരുക്കിയിരിക്കുന്ന രാജ്യം. നിത്യരാജ്യം എന്ത്, ഒരുക്കിയിരിക്കുന്ന രാജ്യം എന്ത്? നമ്മൾ ആദ്യം മുതലേ കൃത്യമായി പഠിക്കുന്നുണ്ട്. നിത്യത സംബന്ധിച്ചും സെറ്റ് എറ്റേണിറ്റി അഥവാ എറ്റേണൽ എറ്റേണിറ്റി ആൻഡ് സെറ്റ് എറ്റേണിറ്റി 2 ഭാഗമായിട്ടാണ് നമ്മൾ പഠിച്ചു വരുന്നത്. പൊതുവെ ഈ പഠനം വരാത്തത് കൊണ്ട് വളരെ ആഴത്തിൽ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണമെന്ന് ഞാൻ വലുതായിട്ട് ഓർപ്പിക്കുകയാണ്. നിത്യമായ നിത്യരാജ്യം, അത് ദൈവത്തിൻ്റെ ആസ്തിക്യത്തിനനുസരിച്ച്. എന്നാൽ സെറ്റ് എറ്റേണിറ്റി, വെച്ച് തന്ന സജ്ജമാക്കിയ നിത്യത, അത് സംബന്ധിച്ച് പഠിക്കുമ്പോൾ ഇവിടെ നിത്യരാജ്യത്തോട് ബന്ധപ്പെട്ട് വ്യക്തമായിട്ട് പറയുന്നേ ഒരുക്കിയിരിക്കുന്ന രാജ്യം, പ്രിപ്പയർഡ് കിങ്ഡം. ഇത് രണ്ടും എന്താണ് വ്യത്യാസം എന്നറിയണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കുകയാണ്. ഈ പഠനം നിങ്ങൾ മരണം വരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ്, വളരെ ഉത്സാഹപൂർവ്വം പഠിക്കേണ്ടതാണ്, വളരെ അത്യാവശ്യമായ ഒരു പഠനമാണ്. നമുക്ക് അതിലേക്കൊന്ന് കടക്കാം. വായിച്ചാട്ടെ. ഈ 2 ഒരുമിച്ച് മലയാളത്തിൽ വായിക്കാം. ഇവിടെ ഞാൻ എഴുതിയത് മാത്രം 2 വായിച്ചാട്ടെ. നിത്യരാജ്യം ഇത് ഭൂമിയിൽ ആർക്കും കൈമാറുന്നില്ല. നിത്യരാജ്യം ദൈവത്തിന്റെ നിത്യതയിൽ ഉൾപ്പെട്ടതാണ്. അത് കൈമാറുന്നില്ല എന്ന കാര്യം അറിഞ്ഞിരിക്കണം. ആ കാര്യം നിങ്ങൾ നന്നായി മനസ്സിലാക്കണം. നിത്യരാജ്യം കൈമാറുന്നില്ല. പിന്നെ എന്താ കൈമാറുന്നത്? വായിക്കാം. ഒരുക്കിയിരിക്കുന്ന രാജ്യം, ആധിപത്യം. മുഴുവനായിട്ട് വായിക്കണേ. മൊബൈലിലാണെങ്കിൽ ഒന്ന് മേളിലേക്കാക്കിയാൽ മതി. ഓക്കെ. ഒരുക്കിയിരിക്കുന്ന രാജ്യം, ആധിപത്യം കൈമാറുന്നു. 2 ഭാഗം ഒരുമിച്ച് പറയാം. ഒന്ന് നിത്യരാജ്യം, അത് ഭൂമിയിൽ ആർക്കും കൈമാറുന്നില്ല, തെളിയിക്കാം നമുക്ക്. എന്നാൽ ഒരുക്കിയിരിക്കുന്ന രാജ്യം ആധിപത്യമാണ്, അത് കൈമാറുന്നുണ്ട്. ഇതിനുള്ള വാക്യങ്ങൾ നമുക്ക് ഒന്നിച്ച് കാണാം. ദയവായി എല്ലാവരും ഒന്നിച്ച് ഈ വാക്യങ്ങൾ വായിക്കണം എന്ന് ഓർപ്പിക്കുന്നു. നമ്മൾ കൃത്യമായി ബൈബിളിൽ നിന്ന് പഠിക്കാൻ പോകുകയാണ്. ഒന്നാമത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് യഹോവയുടെ രാജ്യത്തിൻ്റെ പ്രദേശം അഥവാ ടെറിറ്ററിയാണ്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ സ്പഷ്ടമായി ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങളുടെ എല്ലാവരുടെ ഓർമ്മയിൽ അത് വരാൻ വേണ്ടി മാത്രം ഞാനിവിടെ കാണിക്കുകയാണ്. ടെറിറ്ററി ഓഫ് ദ കിങ്ഡം ഓഫ് യഹോവ, അതെന്താണ്? യഹോവയുടെ രാജ്യത്തിൻ്റെ പ്രദേശം എന്താണ്? അടുത്ത് വരുന്നത് പോലെ ഇതിൽ നിന്ന് നോക്കി വായിച്ചാട്ട്. ഇതിൽ നിന്ന് നോക്കി. Territory of Jehovah, eternal heaven of heavens. റെഫറൻസ് വായിക്കണേ. Matthew 5 verse 3, Isaiah 63 verse 15, Psalm 8 verse 33 and 20 verse 6. ഈ 4 വാക്യങ്ങളും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. മത്തായി 5:3 ഗ്രീക്ക് നമ്മൾ കണ്ടിരുന്നു. സ്വർഗങ്ങളാണ് രാജ്യം. യെശയ്യാവ് 63:15 വളരെ വ്യക്തമായി നമ്മൾ വായിച്ചിരുന്നു. ദൈവത്തിൻ്റെ വിശുദ്ധിയും ദൈവത്തിൻ്റെ മഹത്വവും നിറഞ്ഞ സ്വർഗങ്ങൾ. സങ്കീർത്തനം 68:33 നിത്യമായ സ്വർഗാദി സ്വർഗങ്ങൾ. 20-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ വിശുദ്ധ സ്വർഗങ്ങൾ. ഇത്രയും വാക്യങ്ങൾ നമുക്ക് എന്ത് മനസ്സിലായി? ദൈവത്തിൻ്റെ വിശുദ്ധിയും ദൈവത്തിൻ്റെ മഹത്വവും നിറഞ്ഞു നിൽക്കുന്ന നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളാണ് ടെറിറ്ററി. ഭൂപ്രദേശം എന്ന് പറയാൻ പറ്റില്ല, പ്രദേശം. ഒരു രാജ്യത്തിന് പ്രദേശമുണ്ട്, രാജ്യത്തിന് ഏരിയയുണ്ട്. നിത്യരാജ്യത്തിൻ്റെ ഏരിയ നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്.
അടുത്ത ഭാഗത്തേക്ക് ഇത് വരണ എല്ലാവരും ശ്രദ്ധിച്ചാട്ടെ മോളെ, അതൊന്ന് വായിച്ച് ഇംഗ്ലീഷ്. Dominion of the kingdom of Jehovah in all places. Hmm. Psalms 103 verse 19. താഴെ എഴുതിയിട്ടുള്ളത് വായിച്ച ശേഷം വാക്യം കൂടെ വായിക്കണേ. താഴെ എഴുതിയത് കാണാൻ പറ്റുന്നുണ്ടോ? യഹോവയുടെ ആധിപത്യം സകല ഇടങ്ങളിലും. യഹോവയുടെ ആധിപത്യം സകല ഇടങ്ങളിലും. ആ പദം വായിക്കാൻ പറയാൻ കാരണം വാക്യം വായിക്കും മുമ്പ് ഈ സ്ലൈഡിനെ കുറിച്ചുള്ള വലിയൊരു അറിവ് നമുക്കുണ്ടാകണം. രാജ്യത്തിന്റെ പ്രദേശം വേറെ അഥവാ ഏരിയ വേറെ, രാജ്യത്തിന്റെ ആധിപത്യം ആ ഏരിയയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. നിങ്ങൾ ഒന്നുകൂടെ അറിഞ്ഞിരിക്കണം, രാജ്യത്തിന്റെ ഡൊമീനിയൻ അഥവാ ആധിപത്യം ഒരിക്കലും സ്വർഗാദി സ്വർഗങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അതിന് തെളിവ് വായിക്കാം നമുക്ക്. 103:19 നമ്മൾ ഇവിടെ മുതൽ ആരംഭിക്കുകയാണ്. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അപ്പൊ ഭരണം എവിടെ വരെയുണ്ട് എന്നാണ് അറിയേണ്ടത്. യഹോവയുടെ രാജ്യത്തിന്റെ ഭരണം എവിടെ വരെയുണ്ട്? അത് ഒരു 30ഓളം വാക്യങ്ങളിൽ ബൈബിൾ എഴുതിയിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. മിനിമം. അത് മുഴുവൻ ഇപ്പോൾ എടുക്കുന്നില്ല, നമ്മൾ വേറൊരു ഭാഗം വരുമ്പോൾ എടുക്കും. ഇന്നത്തെ വിഷയം തെളിയിക്കാൻ വേണ്ടി നമ്മൾ മുമ്പോട്ട് പോകുകയാണ്. ഉദാഹരണം നമ്മൾ ബൈബിളിൽ നിന്ന് ആദ്യം കണ്ടെത്തുന്നു. യിരെമ്യാവിന്റെ പുസ്തകം 34-ാം അധ്യായം 1-ാം വാക്യം. ഞാൻ മുഴുവൻ ഇവിടെ എഴുതിയിട്ടില്ല, ഇവിടെ എഴുതിയത് മോളൊന്ന് വായിച്ചാട്ട് ഇംഗ്ലീഷ്. Nebuchadnezzar, king of Babylon, dominion, all the kingdoms of the earth. ഈ വാക്യം വായിച്ചാൽ നെബൂഖദ്നേസർ രാജാവിന്റെ രാജ്യം ഏതാണെന്ന് കാണാം. ഞാൻ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് രാജ്യം ഏതാണെന്ന്. വായിച്ചാട്ടെ. ബാബിലോൺ ആണ് രാജ്യം, ആധിപത്യം സകല ഭൂമിയിൽ. ഓൾ ദ കിങ്ഡംസ് ഓഫ് ദി എർത്ത്. രാജ്യം ബാബിലോൺ ആണെങ്കിലും 17 പേരുകളാൽ ബൈബിളിൽ അറിയപ്പെട്ട ഒരു രാജ്യമാണ് ബാബേൽ, ബാബിലോൺ, ശേഷക്ക്, പെക്കോദ്, മെറാഥയിം തുടങ്ങിയ 17 പേരുകളാൽ അറിയുന്ന സ്ഥലമാണ് ഇന്ന് അറിയുന്ന അൽജുമുഴിയ അൽ ഇറാഖിയ എന്ന് പറയുന്ന ഇറാഖ് നാട്. അതിൻ്റെ ആധിപത്യം അന്ന് സർവഭൂമിയിലുമായിരുന്നു. അപ്പൊ ആധിപത്യം വേറെ, രാജ്യം വേറെ. ഇത് രണ്ടായി പഠിച്ചെങ്കിലേ ബൈബിൾ പറയുന്ന ദൈവരാജ്യം സംബന്ധിച്ചുള്ള അറിവ് നമുക്ക് മനസ്സിലാകുള്ളൂ. കഴിഞ്ഞിട്ടില്ല. നമുക്ക് അടുത്തൊരു വാക്യം കൂടെ ഒന്ന് വായിക്കാം. മോളെ ഒന്ന് വായിച്ചേ. ഇവിടെ എഴുതിയത് വായിച്ചാൽ മതി, ടൈം കളയണ്ട. 2 Chronicles 36 verse 22. Cyrus, king of Persia, and all the kingdoms of the earth, the Lord God of heaven given me. പേർഷ്യ എന്ന സ്ഥലം ഇംഗ്ലീഷിൽ സൈറസ് എന്നറിയുന്നു. ആ സ്ഥലത്തിൻ്റെ രാജാവ് ആരായിരുന്നു നമുക്കറിയാം. ബൈബിളിൽ വ്യക്തമായി പറയുന്നു കോരശാണ് രാജാവ്. പേർഷ്യയുടെ രാജാവ് കോരശാണ്. പക്ഷെ അവൻ്റെ ആധിപത്യം ദൈവം കൊടുത്തത് പേർഷ്യ മാത്രമല്ല. അതൊന്ന് വായിച്ച് മോളെ മലയാളം. പേർഷ്യയാണ് രാജ്യം, ആധിപത്യം ഭൂമിയിലെ സകല രാജ്യങ്ങളിൽ ആധിപത്യമുണ്ട്. രാജ്യവും ആധിപത്യവും ബൈബിൾ രണ്ടായിട്ടാണ് പഠിപ്പിക്കുന്നത് എന്ന കാര്യം ആദ്യമേ അറിയണം. ഒന്നുകൂടെ ഞാൻ പറയാം. രാജ്യം ഏരിയയാണ്, രാജ്യത്തിൻ്റെ ഏരിയ പ്രദേശമാണ്. എന്നാൽ ആ രാജ്യത്തിൻ്റെ ആധിപത്യം ഓൾ ദ കിങ്ഡംസ് ഓഫ് ദി എർത്ത് ആണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തോട് ബന്ധപ്പെട്ട് നമുക്ക് എങ്ങനെ പഠിക്കാം? ഒന്ന് ശ്രദ്ധിച്ച് വായിക്കണം. അതിനു മുമ്പ് നമ്മുടെ ഇന്ത്യയെ പണ്ട് ഭരിച്ചിരുന്നൊരു പാർട്ടിയുണ്ട്. അവരുടെ പേരാണല്ലോ ബ്രിട്ടൻ. ബ്രിട്ടനെ കുറിച്ചൊരു വാചകം കൂടെ എഴുതിക്കോട്ടെ, നമുക്കത് നോക്കാം. വായിച്ചാട്ടെ മോളെ. The area of Britain, the United Kingdom of Great Britain, Northern Ireland. The British Empire covered vast territories
around the world. ഈ കാര്യം നിങ്ങൾ മലയാളത്തിലും കൂടെ കാണുക, സാധാരണക്കാർക്കും കൂടെ അറിയണ്ടേ. ബ്രിട്ടൻ എന്ന പ്രദേശം പ്രധാനമായും ഗ്രേറ്റ് ബ്രിട്ടനെയും വടക്കൻ അയർലൻഡിനെയും യുണൈറ്റഡ് കിങ്ഡമായിട്ട് അറിയുന്നത്. അങ്ങനെയാണ് യുണൈറ്റഡ് കിങ്ഡം. പക്ഷേ ബ്രിട്ടീഷ് സാമ്രാജ്യം അതല്ല, ലോകമെമ്പാടുമുള്ള വിശാലമായ പ്രദേശങ്ങളായിരുന്നു. ഈ അറിവ് നമുക്ക് വളരെ എളുപ്പമാണ്. നമ്മളെ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നു. പക്ഷെ ബ്രിട്ടീഷ് രാജ്യമല്ല ഇത്, ബ്രിട്ടീഷിന്റെ ആധിപത്യമായിരുന്നു ഇത്. ഇത് ഇന്ത്യ രാജ്യമാണ്. ഇന്ത്യ രാജ്യത്തെ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നു. ഇതുപോലെ ദൈവത്തിൻ്റെ രാജ്യം നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളാണ്. ഒന്നുകൂടെ എടുത്തു പറയട്ടെ, ദൈവത്തിൻ്റെ വിശുദ്ധിയും ദൈവത്തിൻ്റെ മഹത്വവും നിറഞ്ഞു നിൽക്കുന്ന നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളാണ് രാജ്യം. അത് നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് നമുക്ക് ആ രാജ്യവും ആധിപത്യവും സംബന്ധിച്ച് ബൈബിൾ തരുന്ന അറിവിലേക്ക് നമ്മൾ കടക്കുകയാണ്. മോളെ വായിച്ചാട്ട്. The eternal heavens are the eternal kingdom of the eternal God. The dominion of the kingdom of God encompasses the entire universe. ലോകം മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ അടങ്ങിയതാണ് ആധിപത്യം. എന്നാൽ ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറയുന്നത് നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളാണ്. ഈ ഒരു വലിയ അറിവിലേക്ക് നമ്മൾ വന്നാലാണ് ബൈബിളിനോട് ഏത് ചോദ്യം ചോദിച്ചാലും ഈസി ആയിട്ട് കിട്ടും മറുപടി. ഒത്തിരി പേർക്ക് ദൈവരാജ്യം സഭയാണെന്ന് പറയുന്നു, ദൈവരാജ്യം യഹൂദനാണെന്ന് പറയുന്നു, ദൈവരാജ്യം ശക്തിയോടെ വരുന്നതെന്ന് പറയുന്നു. അതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് ഈസി ആയിട്ട് പഠിക്കാം. അവിടെയാണ് സെറ്റ് എറ്റേണിറ്റി വേറെ, എറ്റേണൽ എറ്റേണിറ്റി വേറെ. ഈ രണ്ട് കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. നമ്മൾ തുടക്കം മുതലേ ഒരു അടുക്കും ചിട്ടയിലാണ് വരുന്നത്. ഈ അറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. ഒന്നുകൂടെ ഞാൻ പറയുന്നു, നിത്യമായ നിത്യത അത് നിത്യനായ ദൈവത്തിൻ്റെ ആസ്തിക്ക് അടിസ്ഥാനമാക്കിയാണ്. എന്നാൽ വെച്ച് തന്ന നിത്യത അത് സെറ്റ് എറ്റേണിറ്റിയാണ്, സജ്ജമാക്കിയ നിത്യതയാണ്. ആ നിത്യതയിൽ ദൈവം എന്തെല്ലാം കാര്യങ്ങൾ വെച്ച് തന്നിട്ടുണ്ട്, അതിൽ രാജ്യവും നമുക്ക് വെച്ച് തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ അറിവിലേക്ക് വന്നു കഴിഞ്ഞാൽ തർക്കം എന്ന് പറയുന്ന സംഗതി ഒട്ടുമില്ല. അതാണ് ശരി. അല്ലാതിരിക്കുമ്പോഴാണ് ഈ തർക്കം മുഴുവൻ. സെറ്റ് എറ്റേണിറ്റിയെ കുറിച്ചുള്ള അറിവ് വിശാലമാക്കിയാൽ ബൈബിളിനോടുള്ള ചോദ്യങ്ങൾക്കെല്ലാം ബൈബിളിൽ നിന്ന് ഈസി ആയിട്ട് ഉത്തരം കണ്ടെത്താം എന്ന കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. ഇത്രത്തോളം അറിവ് നമുക്ക് ദൈവം തന്നതിനാൽ നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒരു വാക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്ക് ഒരുമിച്ച് നമുക്ക് മുമ്പോട്ട് പോകണം. ഇവിടെ ഒന്നുകൂടെ ഞാൻ പറഞ്ഞു പോകുന്നു, നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളാണ് നിത്യനായ ദൈവത്തിൻ്റെ, നിത്യനായ യഹോവയുടെ, നിത്യനായ ക്രിസ്തുവിൻ്റെ നിത്യരാജ്യം. എന്നാൽ അതിൻ്റെ ആധിപത്യം എന്ന് പറയുന്നത് ലോകം മുഴുവനാണ്. ലോകം മുഴുവൻ എന്ന് പറയുമ്പോൾ പാതാളവും അതിൽപ്പെട്ടു, ഭൂമി അതിൽപ്പെട്ടു, പ്രപഞ്ചം മുഴുവൻ അതിൽപ്പെട്ടു. പ്രൈസ് ഗോഡ്. ഇതെല്ലാം ദൈവത്തിൻ്റെ ആധിപത്യത്തിൻ്റെ കീഴിലാണ്. ഒത്തിരി പേർക്ക് ഡൗട്ടുണ്ട്, പാതാളമൊക്കെ ദൈവത്തിൻ്റെ ആധിപത്യത്തിന് കീഴിലാണോ? പാതാളത്തിൻ്റെ താക്കോൽ ഇരിക്കുന്നത് വരെ യേശുവിൻ്റെ കയ്യിലാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലുണ്ട്, പാതാളത്തിൻ്റെ താക്കോലുകൾ ഇരിക്കുന്നത് യേശുവിൻ്റെ കയ്യിലാണ്. അങ്ങനെയാണെങ്കിൽ ആധിപത്യം എന്ന് പറയുന്നത് നിത്യമായ സ്വർഗാദി സ്വർഗങ്ങൾ മാത്രമല്ല, അത് രാജ്യം മാത്രമാണ് എന്ന അറിവിലേക്ക് നമ്മൾ വന്നു ചേരണം. ഇവിടെ ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ, ആ നിത്യമായ സ്വർഗാദി സ്വർഗങ്ങളാകുന്ന രാജ്യത്തിൽ ഒന്ന് ചെന്ന് നമ്മുടെ അപ്പച്ചനെയും നമ്മുടെ അപ്പനെയും പോരാ, പുത്രനായ ക്രിസ്തുവിനെയും നമ്മുടെ രക്ഷിതാവിനെയും നമ്മുടെ വീണ്ടെടുപ്പുകാരനെയും നമ്മ എന്നും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിനെയും ഒന്നിച്ച് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ട് എന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട് ഈ ക്ലാസ്സിൽ? ആ ഉറപ്പ് വരുത്താൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഒരിക്കൽ അവിടെ ചെന്ന് എനിക്ക് എൻ്റെ കർത്താവിനെ കാണണം, എനിക്ക് എൻ്റെ കർത്താവിനെ കാണണം, പിതാവിനെ കാണണം. പരിശുദ്ധാത്മാവും പുത്രനും പിതാവും ചേർന്ന വലിയൊരു സമ്മേളനം ഉണ്ട്, അതിൽ എനിക്ക് ചേരണം. ഹല്ലേലൂയ. ആ കൗൺസിൽ ഒന്ന് ചേരണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? അതെൻ്റെ ആഗ്രഹമാണ്. ആ കൗൺസിലിനെ കുറിച്ചുള്ള വിശദീകരണം ഞാൻ പിന്നീട് നിങ്ങൾക്ക് നൽകാം. ഇവിടെ മുമ്പോട്ട് പോകുമ്പോൾ കുറെ കൂടി ആഴമാണ്. വായിച്ച മോളെ മലയാളം. നിത്യമായ സ്വർഗങ്ങൾ നിത്യനായ ദൈവത്തിന്റെ നിത്യമായ രാജ്യമാണ്. ദൈവരാജ്യത്തിന്റെ ആധിപത്യം
മുഴുവൻ പ്രപഞ്ചത്തെയും ഉൾക്കൊള്ളുന്നു. ആമേൻ. ആ കുത്തും കോമയൊക്കെ നോക്കി വായിച്ചതിന് നന്ദിയുണ്ട് രണ്ടുപേരോടും. ഭംഗിയായി വായിച്ചു. അവർക്ക് രണ്ടുപേർക്കും എൻ്റെ വക കൺഗ്രാജുലേഷൻ. സുനിലും നിശയും പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഇനി ആരാണ് വായിക്കാൻ വരുന്നത്, തെറ്റിക്കാതെ വായിക്കുമോ എന്ന്. ഒരു തെറ്റ് പോലും വരുത്താതെ വായിച്ച രണ്ടുപേർക്ക് എൻ്റെ സ്നേഹവന്ദനം. രണ്ടുപേരെ എനിക്ക് നന്നായിട്ട് അറിയാം. അവർക്ക് ദൈവം ധാരാളമായി കൃപ കൊടുക്കട്ടെ. മുമ്പോട്ട് പോകുന്നു. ഇവിടെ ഒരു അർത്ഥത്തിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു, ഒരു സ്റ്റേജ് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് ഇതുവരെ പഠിച്ചതിൽ നിന്ന് കുറെ കൂടെ ആഴത്തിലേക്കാണ്. ഇവിടെ വായിക്കാം മോളെ, ഓരോന്നോരോന്ന് വായിച്ചു പോണം. ഇനി Kingdom of God. ദൈവത്തിന്റെ രാജ്യം, ഒന്നോടെ എടുത്തു പറയുകയാണ്, ദൈവത്തിന്റെ രാജ്യം, യഹോവയുടെ രാജ്യം, സ്വർഗങ്ങളാകുന്ന രാജ്യം, പിതാവിന്റെ രാജ്യം, പുത്രന്റെ രാജ്യം എന്നിങ്ങനെ നിരവധി ടൈറ്റിലുകൾ ഈ രാജ്യത്തിനുണ്ട്. അതിൻ്റെ ആഴം കാണാൻ വേണ്ടി നമ്മൾ ഇച്ചിരി ഉള്ളിലേക്കൊന്ന് ഇറങ്ങുകയാണ്. വായിച്ചാട്ടെ. How will hand over this the three tagma on earth? 3 ടാഗ്മ ഇന്ന് ഭൂമിയിലുണ്ട്. ഞാൻ പിന്നാലെ വാക്യം തരാം. ആ 3 ടാഗ്മയ്ക്ക് ഈ രാജ്യം കൈമാറുന്നത് എങ്ങനെ എന്നൊരു ചോദ്യമുണ്ട്. 3 ടാഗ്മയ്ക്ക് രാജ്യം കൈമാറുന്നത് എങ്ങനെ? അപ്പൊ ടാഗ്മ എന്ന വിഷയം മനസ്സിലാക്കാത്തവരുണ്ടല്ലോ അല്ലേ? അതുകൊണ്ട് ആ ടാഗ്മ എന്താണെന്ന് നമുക്കൊന്ന് അറിയണം. വായിക്കാം. എങ്ങനെ ഭൂമിയിലെ 3 ടാഗ്മകൾക്ക് കൈമാറും? അതിന്റെ ഗ്രീക്കും ഇംഗ്ലീഷും കൂടെ വായിച്ചു മോളെ. Greek tagma. Verse 23. 1 കൊരിന്ത്യർ 15:23 പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഗ്രീക്ക് വാക്കാണ് ടാഗ്മ. നിങ്ങൾ എല്ലാവരും അറിയണം, ബൈബിളിലുള്ള പദം മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ചിലർ വിചാരിച്ചിരിക്കുന്ന ഈ ടാഗ്മ എന്നൊക്കെ പറയുമ്പോൾ എവിടുന്ന് കിട്ടിയതാണെന്നല്ലേ. തെറ്റിദ്ധരിക്കരുത്. 1 കൊരിന്ത്യൻസ് chapter 15 verse 23 അവിടെ കൃത്യമായൊരു പദം പറയുന്നുണ്ട് മലയാളത്തിൽ. ഒന്ന് വായിക്കാമോ? ഓരോരുത്തരും താന്താന്റെ നിലയിലത്രേ. താന്താന്റെ നിര, പിന്നെ ക്രിസ്തുവിലുള്ളവർ. താന്താന്റെ നിര. ആ നിര എന്ന വാക്കാണ് ടാഗ്മ. ഇത് വെച്ചോണ്ട് കുറെ പറയുന്നത് IPC-കാരൊരു നിര, പിന്നെ AG-കാരൊരു നിര, ചാരോങ്കാരൊരു നിര, ഇന്നുള്ള 4500 സഭക്കാരൊരു നിര. ഇതൊന്നുമല്ല, 45,000 സംഘടനകൾ ഒരു നിര. ഈ നിരയെ അല്ല ഇവിടുത്തെ കാര്യം. പ്രൈസ് ദി ലോർഡ്. തെറ്റായി ധരിക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. എന്താണ് ആ വാക്കിന്റെ അർത്ഥം എന്ന് നമുക്ക് നോക്കാം. വായിച്ചാട്ടെ മോളെ. എന്താ മലയാളം വന്നിട്ടുണ്ട്. ടാഗ്മ എന്ന വാക്കിന്റെ ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. സൈനികരുടെ ഒരു സംഘം, ഒരു സേന, ഒരു സമൂഹം, ഒരു സൈന്യം, ഉയർന്ന ഒരു ഗണം, സൈന്യം, ക്ലാസ്, ഒരു പരമ്പര അല്ലെങ്കിൽ പിന്തുടർച്ച. ഇത് നിങ്ങൾ എല്ലാവരും നന്നായി പഠിക്കണം എന്ന് ഓർപ്പിക്കുന്നു. വേദപുസ്തകത്തിൽ 5 യുഗങ്ങളിലായി 3 ടാഗ്മ മാത്രമാണുള്ളത് എന്നറിഞ്ഞിരിക്കണം. ദൈവത്തിന്റെ രാജ്യത്തോട് ബന്ധപ്പെട്ട് 3 ടാഗ്മയുള്ളൂ. 3 സൈനിക സംഘം, 3 ഗണം. ഏതാണ് ആ 3 ഗണം എന്ന് നമുക്കറിയണം. അവരോട് ബന്ധപ്പെട്ട് ദൈവരാജ്യം എങ്ങനെയെന്ന് പഠിക്കാൻ പോകുകയാണ് നമ്മൾ. ആ 3 ഗണം ഏതാണെന്ന് ഇപ്പോൾ തിരുവെഴുത്തിൽ നമുക്ക് വായിക്കാം. ഈ 2 വാക്യങ്ങളും മലയാളത്തിൽ വായിക്കണം കേട്ടോ. മോള് വായിച്ചാട്ട് ഇംഗ്ലീഷിൽ ഇവിടെ എഴുതിയത്. International societies are 3 recorded in Bible. Romans 9 verse 22-24. 1 Corinthians 10 verse 32. 1 കൊരിന്ത്യർ 10:32 മോൾ ഇംഗ്ലീഷിൽ വായിക്കണം. മലയാളത്തിൽ 1 കൊരിന്ത്യർ 10:32 വായിച്ചാട്ട്. റോമാലേഖനം 9:22 മുതൽ 24 വരെ ഞാൻ പറഞ്ഞു പോകാം. നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ളത് കൊണ്ട് വായിക്കാം.
ഫസ്റ്റ് വായിച്ചാട്ട് 1 Corinthians chapter 10 verse 32 in English. Give none offense, neither to the Jews, nor to the Gentiles, nor to the church of God. Jews, Gentile, Church of God. ആ 3 എണ്ണമോൾ ഒന്ന് പറഞ്ഞേ അതിൽ നിന്ന് ബൈബിളിൽ നിന്ന്. Give none offense, neither to the Jews, nor to the Gentiles, nor to the church of God. മലയാളം കൊണ്ട് വായിക്കാം. യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയല്ലാത്തവരാകുവിൻ. ബൈബിളിൽ എഴുതിയിരിക്കുന്ന 3 ഗണങ്ങൾ പൗലോസ് വ്യക്തമാക്കുന്നു. അതെന്താ? യഹൂദൻ, ജാതികൾ, ദൈവസഭ. നിങ്ങൾ നോട്ട് ചെയ്ത് പോണം. യഹൂദൻ, ജാതികൾ, ദൈവസഭ. ദൈവരാജ്യം കൈമാറുന്നത് ഈ 3 ഗണങ്ങൾക്കാണ്. ഇവിടെയുള്ള 45,000 ക്രൈസ്തവ സംഘടനകൾ ആർക്കും അത് കൈമാറുന്നില്ല. ബൈബിൾ അനുസരിച്ച് കൈമാറുന്നത് 3 ടാക്മയ്ക്കാണ്. 3 ടാക്മയ്ക്കാണ്. ഒന്നുകൂടെ എടുത്തു പറയുന്നു. ആ കാര്യം എന്ന് എടുത്തു പറയുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കാതിരിക്കാനാ. ജാതികൾ, യഹൂദൻ, ദൈവസഭ, അവർക്കാണ് ദൈവരാജ്യം കൈമാറുന്നത്. അതെങ്ങനെയാണ് കൈമാറുന്നത് എന്ന് ഇവിടെ തെളിയിക്കുന്നു. ഈ ഭാഗം ഒന്ന് വായിച്ചാട്ട് വന്നിരിക്കുന്നത്. ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന 3 അന്താരാഷ്ട്ര സമൂഹങ്ങൾ. 3 അന്താരാഷ്ട്ര സമൂഹങ്ങൾ, 3 ടാക്മ. ആ ടാക്മ ബൈബിൾ പ്രകാരം കൃത്യമായി നമ്മൾ വായിച്ചു. ജാതികൾ, യഹൂദൻ, ദൈവസഭ. ഒന്നുകൂടെ എടുത്തു പറയുന്നത്, ഇത് മനസ്സിലായില്ലെങ്കിൽ ബൈബിൾ മൊത്തം മനസ്സിലാകാതെ പോകും. ഒന്നുകൂടെ എടുത്തു പറയുകയാണ്. ജാതികൾ എന്നുണ്ടായി, യഹൂദൻ എന്നുണ്ടായി, ദൈവസഭ എന്നു മുതലുണ്ട്. ഈ കാര്യം നമുക്ക് കൃത്യമായി മനസ്സിലാക്കണം. ഇവിടെ എല്ലാവരും ഈ ഭാഗം നിർത്തി വായിക്കണമെന്ന് ഓർപ്പിക്കുന്നു. നിർത്തി വായിച്ചാട്ട് മോളെ വായിച്ചാട്ട്. Gentiles in the first age, ancient days. Moses. മലയാളം കൂടെ വായിക്കുമ്പോൾ കുറെ കൂടെ എളുപ്പമുണ്ടായിരിക്കും നമുക്ക്. വായിച്ചാട്ട്. പുരാതന കാലം, 1-ാം യുഗത്തിൽ ജാതികൾ ആദാം മുതൽ മോശ വരെ. എടുത്തു ഞാനെന്ന് പറഞ്ഞോട്ടെ. ആദാം മുതൽ മോശ വരെയാണ് 1-ാമത്തെ യുഗം. അതിൻ്റെ മലയാളം പേരാണ് പുരാതന കാലം. ഇംഗ്ലീഷിൽ ഏൻഷ്യന്റ് ഡേയ്സ് എന്നാണ്. ആദാം മുതൽ മോശ വരെയുള്ള ആ കാലഘട്ടത്തിലാണ് ജാതികളുടെ ഉത്ഭവം. ഒന്നുകൂടെ എടുത്തു പറയുന്നു. ആഡം ടു മോസസ്. ജെൻഡൈൽസിന്റെ ആരംഭം ആ യുഗത്തിലാണ്. എൻ്റെ ചോദ്യം, ആ യുഗം മുതൽ ദൈവരാജ്യം ഉണ്ടോ? ദൈവരാജ്യം കൈമാറുന്നുണ്ടോ? ഉണ്ട് എന്ന കാര്യം കൃത്യമായി പുതിയ നിയമത്തിൽ സാക്ഷിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ രജി പാസ്റ്ററൊക്കെ എന്നെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. കുറെ കൂടി സന്തോഷം. ആമേൻ. ഞാൻ എടുത്തു പറയുന്നു, 1-ാമത്തെ യുഗം മുതൽ ദൈവരാജ്യം കൈമാറുന്നുണ്ട്. അതെങ്ങനെ എന്ന് ബൈബിളിൽ നിന്നാണ് പഠിക്കേണ്ടത്. നമുക്ക് പഠിക്കാം. അത് സംബന്ധിച്ച് 2-ാമത്തെ യുഗത്തിലെ കാര്യം കൂടെ പറയാം. വായിച്ചാട്ടെ. Jews in second age, age of law, Moses, John the Baptist. 2-ാമത്തെ യുഗത്തെ കുറിച്ചാണ് മോൾ ഇംഗ്ലീഷ് വായിച്ചത്. മലയാളം കൂടെ വായിക്കാം നമുക്ക്. ന്യായപ്രമാണ കാലം, 2-ാം യുഗത്തിൽ യഹൂദന്മാർ മോശ മുതൽ യോഹന്നാൻ സ്നാപകൻ വരെ. ഒരു പ്രാവശ്യം കൂടെ വായിക്കാമോ? ന്യായപ്രമാണ കാലം, 2-ാം യുഗത്തിൽ യഹൂദന്മാർ മോശ മുതൽ യോഹന്നാൻ സ്നാപകൻ വരെ. 2-ാമത്തെ യുഗം മോശ മുതൽ യോഹന്നാൻ സ്നാപകൻ വരെ എന്ന് ഇവിടെ വായിച്ചു. ന്യായപ്രമാണ കാലമാണെന്ന് വായിച്ചു. അന്നാണ് യഹൂദൻ എന്ന സമൂഹം ഉത്ഭവിച്ചത്. ഞാനൊരിക്കൽ പറഞ്ഞിരുന്നു. പക്ഷെ ഇവിടെ ഒരു കൊച്ചു കാര്യം അറിയേണ്ടതുണ്ട്. യഹൂദൻ ആരംഭിക്കും മുമ്പ് യഹൂദന്റെ പിതാവായ അബ്രഹാം തേരഹിൽ നിന്നുണ്ടായി. തേരഹ് നോഹയുടെ 3 മക്കളിൽ ഒരു മക്കളിൽ നിന്നുണ്ടായത്, ഒരു കുടുംബത്തിൽ നിന്ന്. ശേം, ഹാം, യാഫേത്ത്. ശേമിന്റെ കുടുംബത്തിൽ നിന്നാണ് തേരഹ് ഉണ്ടായത്. തേരഹിൽ നിന്നാണ് അബ്രഹാം ഉണ്ടായത്. അന്ന് കുടുംബമേ ഉള്ളൂ. അന്ന് യഹൂദൻ സൊസൈറ്റി അല്ല. 2-ാമത്തെ യുഗത്തിലാണ് അവൻ ഒരു ടാക്മയായി മാറുന്നത്.
അപ്പോൾ മനസ്സിലാക്കണം, ഫസ്റ്റ് ടാഗ്മ ജെൻഡൈൽസ് ബിഗിൻസ് ദ ഫസ്റ്റ് ഏജ്. സെക്കൻഡ് ടാഗ്മ യൂസ് ബിഗിൻസ് സെക്കൻഡ് ഏജ്. ഈ ഒരു അറിവ് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പഠനം വളരെ എളുപ്പമാണ്. ഇനി ബൈബിളിൽ ഓരോ വാക്യങ്ങൾ കാണുമ്പോഴും ഇതിൻ്റെ ആഴങ്ങൾ കൃത്യമായി മനസ്സിലാകും. മൂന്നാമത്തേത് വായിക്കാം. The third age, acceptable day, New Testament church, Pentecost, IRA. മൂന്നാമത്തെ യുഗം, അക്സെപ്റ്റബിൾ ഡേ, അത് എഴുതിയിരിക്കുന്നത് 2 കൊരിന്ത്യർ 6:2 ഇതിൻ്റെ വാക്യങ്ങളൊക്കെ അടുത്ത ഇതിൽ തരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാ വാക്യങ്ങളും തരാം. ഇത് കൃത്യമായി അറിഞ്ഞിരിക്കട്ടെ. വായിച്ചാട്ട് മലയാളം. പ്രസാദകാലം, മൂന്നാം യുഗത്തിൽ പുതിയ നിയമസഭ പെന്തക്കോസ്ത് മുതൽ ആകാശവരവ് വരെ. ഒരു ആമേൻ പറയാൻ സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? പെന്തക്കോസ്തിൽ സഭ ആരംഭിച്ചു. അവിടെ സഭ ആരംഭിക്കുമ്പോൾ എവിടുന്നാണ് ആരംഭിച്ചത് എന്ന കാര്യം പറയേണ്ടിയിരിക്കുന്നു. ഇവിടെയാണ് റോമർ 9:22 മുതൽ 24 വരെ നമ്മൾ പഠിച്ചത്. ജാതികളിൽ നിന്നും യഹൂദനിൽ നിന്നും ഉത്ഭവിച്ചതാണ് ദൈവസഭ. യഹൂദന്റെ പിന്തുടർച്ചയാണ് ദൈവസഭ എന്ന് പറയുന്ന പല ആളുകളുണ്ട്. എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല, ബൈബിളിൽ ഇല്ലെന്ന് മാത്രം. എനിക്ക് അവരോട് അഭിപ്രായ വ്യത്യാസമില്ല, വേദപുസ്തകത്തിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അനുധാവനം ചെയ്യാൻ സാധ്യമല്ല. കൃത്യമായി ശ്രദ്ധിച്ചോളൂ. റോമർ 9:22 മുതൽ 24 വരെ പഠിച്ചാൽ യഹൂദന്റെ ഉത്ഭവം, ജാതികളുടെ ഉത്ഭവം 1-ാം യുഗം, യഹൂദന്റെ ഉത്ഭവം 2-ാം യുഗം. ഇവർ രണ്ടുപേരും 3-ാം യുഗത്തിലുണ്ട്. സുപ്രസാദ കാലത്ത് അവരിൽ നിന്നാണ് ദൈവസഭയുണ്ടായിട്ടുള്ളത്. ആമേൻ. ഈ ഒരു വലിയ അറിവിലേക്ക് നമ്മൾ എല്ലാവരും വരണം. അവരിൽ നിന്നാണ് ദൈവസഭയുണ്ടായിട്ടുള്ളത്. അഹരോന്റെ പിന്തുടർച്ചയല്ല. ഒന്നുകൂടെ എടുത്തു പറഞ്ഞോട്ടെ, അഹരോന്റെ പിന്തുടർച്ചയല്ല. ഇത് കൃത്യമായി മനസ്സിലാക്കണം. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമാണ് യേശു ക്രിസ്തു പൗരോഹിത്യം ഏറ്റെടുത്തിരിക്കുന്നത്. നമുക്ക് നിത്യ പൗരോഹിത്യം എന്ന വിഷയം വരുമ്പോൾ അതുകുറിച്ച് നമുക്ക് ആഴമായി പഠിക്കാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നോടെ ഇത് അടുക്കിന് ഞാൻ പറയുകയാണ്, ശ്രദ്ധിക്കുക. 1-ാം യുഗത്തിൽ ജാതികൾ ഉണ്ടായി, അത് ആദാം മുതൽ മോശ വരെയുള്ള കാലഘട്ടം. 2-ാം യുഗത്തിൽ യഹൂദന്മാരുണ്ടായി, യഹൂദന്മാർ ജാതികളിൽ നിന്നാണ് ഉണ്ടായത്. 2-ാം യുഗത്തിൽ അത് മോശ മുതൽ യോഹന്നാൻ ശ്രാവകൻ വരെ. 3-ാം യുഗത്തിൽ അഥവാ സുപ്രസാദ കാലത്തിൽ പുതിയ നിയമസഭയുണ്ടായി, യഹൂദനിൽ നിന്നും ജാതികളിൽ നിന്നും അവരാരംഭിച്ചു. ഇനി നമുക്ക് താഴോട്ട് പോകാം. പ്രൈസ് ഗോഡ്. ഇത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. വായിക്കാൻ പറ്റുന്നുണ്ടോ മോളെ ഗ്രേസ്? വായിച്ചോളൂ. ഓരോന്നോരോന്നും മേളിന്ന് വായിച്ചു വന്നോളൂ. ആഡം ടു എൻഡ്. ആദാം മുതൽ അവസാനം വരെയുള്ള ഒരു ചിത്രം നിങ്ങൾക്ക് വേഗം പഠിക്കാൻ വേണ്ടിയാണ്. ഇത് എളുപ്പം പഠിക്കാൻ പറ്റും ബൈബിളിൽ നിന്ന്. ആദാം മുതൽ അവസാനം വരെ വായിച്ചോളൂ. Adam to end. Satan and human history. Creation to Adam to the end. സൃഷ്ടി മുതൽ ആദാം വരെ ഉള്ളത് ഇതിനു മുമ്പുള്ള കാര്യമാണ്. ആദാമിന് മുമ്പാണ് സൃഷ്ടി മുതൽ ആദാം വരെ. അത് ഇവിടെ എടുത്തിട്ടില്ല, ഇവിടെ അത് പിന്നീട് എടുക്കും. ആ സമയത്ത് എന്താണ് ദൈവത്തിന്റെ ഇടപാട് എന്ന കാര്യം നമ്മൾ കൃത്യമായി പഠിപ്പിക്കും. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് സാത്താനും മനുഷ്യനും ആണ്. ഈ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് സാത്താനും മനുഷ്യനും. ഇവിടെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ പ്രസന്റ് എറ്റേണിറ്റി, ഗതകാല നിത്യത എന്ന വിഷയം പഠിച്ചിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പണ്ടതെല്ലാം ഓർമ്മ വരും. ഗതകാല നിത്യത എവിടെ മുതൽ എവിടെ വരെയാണ്? സൃഷ്ടി മുതൽ ഈ പ്രപഞ്ചം കത്തി എരിയുന്നത് വരെ. ഒന്നുകൂടെ ഞാൻ എടുത്തു പറയാം. സൃഷ്ടി മുതൽ പ്രപഞ്ചം കത്തി എരിയുന്നത് വരെയാണ് ഗതകാല നിത്യത. ആ നിത്യതയിൽ പ്രൈസ് ദി ലോർഡ് എന്താണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ കൃത്യമാണ്. ആദാം മുതൽ സൃഷ്ടി വരെയും, സൃഷ്ടി മുതൽ ആദാം വരെയും, ആദാം മുതൽ അവസാനം വരെയും. ഒന്നുകൂടെ ഞാൻ പറയാം. സൃഷ്ടി മുതൽ പ്രപഞ്ചം കത്തി എരിയുന്നത് വരെയുള്ള കാലമാണ് നമ്മൾ
ഗതകാല നിത്യത അഥവാ ഇപ്പോഴത്തെ നിത്യത. ഈ ഒരു അറിവ് തന്നെങ്കിലേ നമ്മുടെ പഠനം മുമ്പോട്ട് പോകുള്ളൂ. ഗതകാല നിത്യത സൃഷ്ടി മുതൽ സൃഷ്ടി കത്തിയെറിയുന്നത് വരെ. അതിനിടയെ 2 ഭാഗമായി തിരിക്കാം. ഒന്ന് സൃഷ്ടി മുതൽ ആദാം വരെ, 2 ആദാം മുതൽ അവസാനം വരെ. ഈ ടൈമിൽ ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ എന്താണ്, അഥവാ ഗതകാല നിത്യതയിൽ ദൈവത്തിന്റെ പ്രവൃത്തി എന്താണ്, അതിലേക്കും കൂടെ നിങ്ങളുടെ ചിന്ത വികസിക്കട്ടെ എന്ന് ഓർപ്പിക്കുന്നു. ഇപ്പോൾ എഴുതി വെച്ചോളൂ. ഗതകാല നിത്യതയിൽ 2 ഭാഗമാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. ഒന്ന് സൃഷ്ടി മുതൽ ആദാം വരെ, 2 ആദാം മുതൽ അവസാനം വരെ. ആദാം മുതൽ അവസാനം വരെയുള്ള ചരിത്രത്തെ നമ്മൾ 5 ഭാഗമായിട്ടാണ് കാണുന്നത്. വായിക്കാം ഈ 5 എണ്ണം. Ancient day, Deuteronomy 4 verse 32, Romans 5 verse 14, Age of law, 15 verses 16, John 1 verse 17, Acceptable day, 2 Corinthians 6 verse 2, Luke 4 verse 19, Hour of temptation, 3 verse 10 and 7 verse 14, Millennium, Revelation verses 6. ആ മലയാളം പേരുകൾ ഓടിച്ചൊന്ന് വായിച്ചോളൂ. പൂർവകാലം, ന്യായപ്രമാണകാലം, പ്രസാദകാലം, പരീക്ഷാകാലം, 1000 ആണ്ട്. യുഗങ്ങളെ കുറിച്ചുള്ള പഠനം ഇപ്പോൾ ഞാൻ പറയുന്നില്ലെങ്കിലും ഒരു കാര്യം അറിയാൻ വേണ്ടി പറയുകയാണ്. ബൈബിളിൽ യുഗങ്ങളുടെ പഠനം ഇല്ല എന്ന് ശക്തമായി വാദിക്കുന്നവരോട് ഞാൻ ഉറക്കെ പറയട്ടെ, കൃത്യമായ യുഗങ്ങളുടെ പഠനം ബൈബിളിലുണ്ട്. അതിൻ്റെ എല്ലാ ഗ്രീക്ക് ഹീബ്രുകളൊക്കെ പിന്നെ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് അറിയേണ്ടത് 5 യുഗങ്ങളിൽ 3 ടാഗ്മയ്ക്ക് ദൈവരാജ്യം കൈമാറുന്നത് എങ്ങനെ, നമ്മുടെ വിഷയത്തിലേക്ക് എത്തിയിരിക്കുന്നു. 5 യുഗങ്ങളിൽ 3 ടാഗ്മയ്ക്ക് ദൈവരാജ്യം കൈമാറുന്നത് എങ്ങനെ, അത് കൃത്യമായി പഠിച്ചിരിക്കേണ്ടതാണ്. അതിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ ഒരു ചിത്രം തൽക്കാലത്തേക്ക് നിങ്ങളുടെ അറിവിന് വേണ്ടി ഞാൻ കാണിക്കുകയാണ്. 5 യുഗങ്ങൾ മനുഷ്യചരിത്രം, അതിൽ ആദാം മുതൽ അവസാനം വരെ. ശ്രദ്ധിക്കൂ. ആ ചെറിയ കോളത്തിലുള്ളത് വായിക്കാൻ പറ്റുമോ ഗ്രേസി കുട്ടിക്ക്? Yes, Pastor Noel. താങ്ക് യു. വായിച്ചാട്ടെ. Ancient, 3,763 years. 3763 വർഷമാണ് ഒന്നാമത്തെ യുഗം എന്നറിഞ്ഞിരിക്കണം. രണ്ടാമത്തെ യുഗം Law, 1,678 years. 1678 വർഷമാണ് രണ്ടാം യുഗം, അഥവാ മോശ മുതൽ സ്നാപക യോഹന്നാൻ വരെ. അടുത്തത് Acceptable, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. ഒറ്റ വർഷം ഞാൻ ഇത് എഴുതിയിട്ടില്ല. എല്ലാവരും ശ്രദ്ധിച്ചത് ഞാൻ വിചാരിക്കുന്നു. ഇത് നമ്മുടെ യുഗമാണ്. നമ്മുടെ യുഗം തുടങ്ങിയത് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഒടുക്കം എന്ന് പറയുന്നത് ഇതുവരെ ആയിട്ടില്ലെന്നേ. നമ്മുടെ യുഗം അവസാനിക്കുന്നതിനെ കുറിച്ച് ഒരു വാക്ക് പോലും ബൈബിളില് വർഷം എഴുതിയിട്ടില്ല എന്നറിഞ്ഞിരിക്കണം. ഇവിടെ അടുത്തൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാം. വായിച്ചാട്ടെ. hour of temptation, 7 years. പരീക്ഷാകാലം എന്ന് വെളിപ്പാട് 3:10 കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിന് 31 ടൈറ്റിലാണ് ബൈബിളിലുള്ളത്. അറിഞ്ഞിരിക്കണം. ഇതെല്ലാം കൃത്യമായി നിങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ബൈബിൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. അടുത്തത് അത് 7 കൊല്ലമാണ്. അടുത്തത് വായിച്ചാട്ടെ മോളെ. Millennium, 1000 വർഷം. അത് കൃത്യമായി വെളിപ്പാട് 20 എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ എടുത്തിരിക്കുന്ന കലണ്ടർ എന്ന് പറയുന്നത് പല കലണ്ടറുള്ളതുകൊണ്ട് പേര് എഴുതിക്കുന്നു മാത്രം. ഇത് വില്യം ഗേറ്റ്സിന്റെ കലണ്ടർ ആസ്പദമാക്കിയാണ്. ഇത് ശാശ്വതമായൊരു കലണ്ടറാണെന്ന് ഞാൻ പറയുന്നില്ല. തൽക്കാലം പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഒരു കലണ്ടർ ഞാൻ നിങ്ങളെ കാണിച്ചു തരികയാണ്. ആ കലണ്ടറാണ് വില്യം ഗേറ്റ്സിന്റെ കലണ്ടർ. BB വാർഫീൽഡിന്റെ കലണ്ടർ തുടങ്ങി, കാൽമെറ്റിന്റെ കലണ്ടർ തുടങ്ങി, ഒത്തിരി പേരുടെ കലണ്ടർ എൻ്റെ കയ്യിലുണ്ട്. അതൊന്നും ഞാനിവിടെ ഹാജരാക്കുന്നില്ല. കലണ്ടറുകളെ കുറിച്ച് പഠിക്കണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഒരു അരമണിക്കൂർ എന്നെ വിളിച്ചാൽ മതി. ഞാൻ നിങ്ങളെ കലണ്ടറുകളെ കുറിച്ച് പഠിപ്പിച്ചു തരാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വിഷയം അതല്ലല്ലോ. എങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഏകദേശം 3763 വർഷമാണ് ഒന്നാമത്തെ യുഗം. 1678 വർഷമാണ് രണ്ടാം യുഗം. മൂന്നാം യുഗം വർഷം എത്രയാണെന്ന് അറിയില്ല. എന്നാൽ നാലാം യുഗം 7 വർഷമാണ്. അഞ്ചാം യുഗം 1000 വർഷമാണ്. ഇങ്ങനെ കൃത്യമായി പഠിക്കാൻ കഴിയുന്ന ഒന്നാണ് നമ്മുടെ വിഷയം. ഈ 5 യുഗങ്ങളിൽ
ദൈവരാജ്യം ദൈവം എങ്ങനെ കൈമാറുന്നു, അതിനെന്ത് വ്യവസ്ഥ വച്ചിരിക്കുന്നത്? ഈ വ്യവസ്ഥ കൃത്യമായിട്ട് അറിഞ്ഞാൽ നമ്മൾ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുകയുള്ളൂ എന്ന കാര്യം അറിഞ്ഞിരിക്കുക. ഇവിടെ നമ്മുടെ വിഷയത്തിന്റെ അഗാധതയിലേക്ക് നമ്മൾ വരികയാണ്. വായിക്കാം നമുക്ക്. പ്രൈസ് ദി ലോർഡ്. നിത്യമായ രാജ്യവും നൽകപ്പെട്ട രാജ്യവും നമ്മൾ പറഞ്ഞതാണ്. ഈ മൂന്നെണ്ണം വായിക്കേണ്ട. നിത്യരാജ്യവും നൽകപ്പെട്ട രാജ്യവും ഇവിടെ മുതൽ നമുക്ക് വായിച്ചേ പറ്റൂ. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഈ വാക്യങ്ങൾ വായിക്കണം. വായിച്ചാട്ട് ഈ റെഫറൻസ് എടുത്ത് ഇംഗ്ലീഷിലും മലയാളത്തിലും നമുക്ക് വായിക്കണം. ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. 2 Chronicles 13 verse 8. Now we think withstand the kingdom of the Lord and of the sons of David. മലയാളം മലയാളം അവിടും എല്ലാ ഇസ്രായേലും ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണ ശക്തിയോടെ പാട്ടുപാടിയും കിന്നരം, വീണ, തപ്പ്, കൈത്താളം, കാഹളം എന്നീ വാദ്യങ്ങൾ 2 ദിനവൃത്താന്തം 13:8. 2 ദിനവൃത്താന്തം 13:8. അങ്ങനെയല്ല എഴുതിയിരിക്കും, തെറ്റുണ്ടോ? 2 ദിനവൃത്താന്തം 13:8 വായിച്ച്. നിങ്ങൾ ഇപ്പോൾ ദാവീദിന്റെ പുത്രന്മാരുടെ കൈവശമുള്ള യഹോവയുടെ രാജ്യത്തോട് എതിർത്ത് നിൽപ്പാൻ വിചാരിക്കുന്നു. വലിയൊരു സമൂഹം തന്നെ. മതി. ദാവീദിന്റെ പുത്രന്മാരുടെ കൈവശമുള്ള യഹോവയുടെ രാജ്യം. ഇവിടെയാണ് പഠനം ശരിക്കും ആരംഭിക്കേണ്ടത്. ഇതുവരെ നിങ്ങൾ അങ്ങനെ പഠിച്ചിട്ടില്ലെങ്കിൽ കൃത്യമായിട്ട് പഠിക്കണം. നിത്യമായ രാജ്യം അവിടെ നിലനിൽക്കുന്നു. എന്നാൽ രാജ്യം കൈമാറി. യോഹന്നാൻ സ്നാപകനാണ് ഇത് കൊടുത്തെന്നൊക്കെ പറയുന്നവരുണ്ട്. യോഹന്നാൻ സ്നാപകനാണ് ആദ്യം ഇത് കൈമാറി എന്നൊക്കെ പറയുന്നവരുണ്ട്. തെറ്റായ ധാരണയാണ്. ദൈവത്തിന്റെ രാജ്യം ആദ്യം കൈമാറിയത് ദാവീദിന്റെ കുടുംബത്തിനാണ്. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ ഞാൻ എടുത്തു പറയട്ടെ. ദൈവത്തിന്റെ രാജ്യം ആദ്യം കൈമാറിയത് ദാവീദിന്റെ കുടുംബത്തിനാണ്. അതുകൊണ്ടാണ് അവന്റെ അഭിഷേകത്തെ കുറിച്ച് പറയുമ്പോൾ സ്പെഷ്യലായി പറയുന്നത്. നമുക്ക് ആ വാക്യം ഞാൻ കൊടുത്തിട്ടില്ലെങ്കിലും ഒന്ന് എടുത്തു നോക്കിയാൽ 1 ശമൂവേൽ 16-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. ആ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാട്ടെ. 1 ശമൂവേൽ 16-ാം അധ്യായം 3-ാം വാക്യം. യാഗത്തിന് ക്ഷണിക്കുക, നീ ചെയ്യേണ്ടതെന്ന് ഞാൻ അന്നേരം നിന്നോട് അറിയിക്കും. അടുത്തത്, ഞാൻ പറഞ്ഞു തരുന്നവനെ നീ എനിക്ക് പറഞ്ഞു തരുന്നവനെ നീ എനിക്കായിട്ട് അഭിഷേകം ചെയ്യണം. എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. 2 പേരോട് ബന്ധപ്പെട്ട് മാത്രമേ എനിക്കായിട്ട് അഭിഷേകം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് വേണ്ടി അഭിഷേകം ചെയ്യണമെന്ന് ബൈബിളിൽ 2 വ്യക്തികളോട് പറഞ്ഞിട്ടുള്ളൂ. അത് നിത്യ പൗരോഹിത്യം കൈമാറുന്ന അഹരോനോടും യഹോവയുടെ രാജ്യം കൈമാറുന്ന ദാവീദിനോടാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഇക്കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. എനിക്ക് വേണ്ടി അഭിഷേകം ചെയ്യണമെന്ന് പറഞ്ഞത് ഒന്ന് നിത്യ പൗരോഹിത്യം കൈമാറുന്ന അഹരോന്, 2 നിത്യനായ ദൈവം കൈമാറുന്ന യഹോവയുടെ രാജ്യം കൈമാറുന്ന ദാവീദിന്. പ്രൈസ് ദി ലോർഡ്. ഒരു ചോദ്യം നമുക്ക് ചോദിക്കാം. പുതിയ നിയമകാലത്താണോ ദൈവരാജ്യം കൈമാറിയത്? ഒരിക്കലുമല്ല. തെറ്റായ എഴുത്തുകളാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. തെറ്റായ ചിന്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല പഠിക്കേണ്ടത്. ദാവീദിന്റെ കുടുംബത്തിനാണ് ദൈവം ആദ്യമായിട്ട്, അഥവാ ഇസ്രായേലിനാണ്. ഈ കാര്യം കുറച്ചുകൂടി തെളിവിന് വേണ്ടി ആഴങ്ങളിലേക്ക് പോകാനുണ്ട്. ഒരു തെളിവ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വായിക്കാം. മത്തായി സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യവും 43-ാം വാക്യവും വായിക്കാം. മത്തായി 21-ന്റെ 23, 43 ഒന്ന് വായിച്ചേ. അവൻ
ദേവാലയത്തിൽ ചെന്ന് ഉപദേശിക്കുമ്പോൾ യെസ്. മഹാപുരോഹിതന്മാരും ജനത്തിന്റെ മൂപ്പന്മാരും അവന്റെ അടുക്കൽ വന്നു. നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു? ഈ അധികാരം നിനക്ക് തന്നത് ആരെന്ന് ചോദിച്ചു. യേശു ക്രിസ്തു യെരുശലേം ദൈവാലയത്തിൽ ചെന്നപ്പോൾ മഹാപുരോഹിതന്മാർ അവിടെ ഇരിക്കുന്നു, മൂപ്പന്മാരും അവിടെ ഇരിക്കുന്നു. അവരോട് കർത്താവ് പറഞ്ഞ വാക്കാണ് 43-ാം വാക്യം. വളരെ ശ്രദ്ധിച്ചു വായിച്ച് 43-ാം വാക്യം വായിച്ചു നോക്കി. അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്നെടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും. ശ്രദ്ധിച്ചേ, എന്ന് ഞാൻ യഹൂദന്റെ കയ്യിൽ നിന്ന് രാജ്യം എടുക്കും. കൊടുത്തത് എപ്പോഴാ? ദാവീദിന്റെ കാലത്താണ് കൊടുത്തത്. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ രാജ്യം ദാവീദിന്റെ കയ്യിൽ കൊടുത്തു. ഇപ്പോൾ പറയുകയാണ് അതെടുക്കാൻ പോവുകയാണ്. അതെടുക്കാൻ പോവാണ്. കാരണം എന്താ? അത് വായിച്ചിട്ടേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. 43-ാം വാക്യം മിസ്സിസ് അനീഷ് നന്നായി വായിച്ചിട്ടുണ്ട്. നിർത്തി വായിച്ച ആ ഭാഗം. പ്രൈസ് ഗോഡ്. എല്ലാവരും വായിച്ചാട്ടെ. അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്നെടുത്ത് നിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും. അപ്പൊ എന്തുകൊണ്ടാ കൊടുക്കാത്ത? അത് എടുത്തു മാറ്റിയത് ഫലം കൊടുക്കാത്തതുകൊണ്ടാ. രാജ്യത്തിന്റെ ഫലം കൊടുക്കാത്ത പെന്തക്കോസുകാരുണ്ടെങ്കിൽ, ബ്രദറുകാരുണ്ടെങ്കിൽ, CPM-കാരുണ്ടെങ്കിൽ, ആരുണ്ടെങ്കിലും ദൈവരാജ്യത്തിന്റെ ഫലം കൊടുക്കുന്നില്ലെങ്കിൽ നിനക്ക് രാജ്യം നഷ്ടപ്പെടുമെന്ന കാര്യം അറിഞ്ഞിരിക്കണം. ഇന്ന് വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഭാഗമാണ്. ദ ഫ്രൂട്ട് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവത്തിന്റെ രാജ്യത്തിന്റെ ഫലം കൊടുക്കാൻ ഹൃദയം കൊണ്ട് തയ്യാറാവുന്നവർ ഈ മീറ്റിംഗിലുണ്ടെങ്കിൽ ഈ ക്ലാസ് വിജയിച്ചു. ഇല്ലെങ്കിൽ എന്താ ദോഷം? രാജ്യത്തിന്റെ ഫലം കൊടുക്കാത്തവരുടെ കയ്യിൽ നിന്ന് അത് ജാതികൾക്ക് നൽകും. എന്തുകൊണ്ട്? ഫലം കൊടുക്കുന്ന ജാതികൾക്ക് നൽകുന്ന, അതിന്റെ ഫലം കൊടുക്കുന്ന ജാതികൾക്ക്. ഒന്നുകൊണ്ട് വായിച്ചേരാ വാക്യം മലയാളത്തിൽ എല്ലാവരും. അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്നെടുത്ത് അതിന്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും. ബൈബിളിൽ സ്പഷ്ടമായി രാജ്യത്തിന്റെ ഫലം കൊടുക്കുന്നതിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. രാജാവ് പറഞ്ഞിരിക്കുന്ന ഫലമാണ് വേണ്ടത്. അന്യഭാഷ ഫലമല്ല. അന്യഭാഷ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആവശ്യമായ ഘടകമാണ്. ഫലം വേറെ. അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുന്നത്, അന്യഭാഷയിൽ ആരാധിക്കുന്നതല്ല. എന്തിനു വേണ്ടിയാ? അത് ആത്മീക വർധനവിന് വേണ്ടിയാ. സ്പിരിച്വൽ എഡ്യൂക്കേഷനാണത്. നന്നായി ശ്രദ്ധിക്കണം. അത് സ്പിരിച്വൽ എഡ്യൂക്കേഷനാണ്. എന്നാൽ ഫലം വേറെയാണ്. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് രാജ്യത്തിന്റെ ഫലം കൊടുത്തെങ്കിലേ രാജ്യം നമ്മുടെ കൈവശം നിൽക്കുകയുള്ളൂ എന്നറിയുന്നവർ എത്ര പേരുണ്ട്? ഈ ദൂത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വ്യക്തമായൊരു ധാരണ വേണം. രാജ്യത്തിന്റെ ഫലത്തെക്കുറിച്ച് ബൈബിൾ എന്ത് പറഞ്ഞിരിക്കുന്നു? രാജാവ് നമ്മിൽ നിന്ന് എന്ത് ഫലമാണ് ആഗ്രഹിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. രാജാവ് നമ്മിൽ നിന്ന് എന്ത് ഫലം ആഗ്രഹിക്കുന്നു? ഒരു ഉദാഹരണം മാത്രം നമുക്കറിയാവുന്നതാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യം ഒന്ന് വായിക്കാമോ? ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 22 in English, in Malayalam. Galatians 5 verse 22. But the fruit of the Spirit, love, joy, long-suffering, gentleness, goodness, faith, meekness, temperance. Against such there is no law. മലയാളം വായിച്ചാട്ടെ. അതിന് 24 വരെ വായിക്കണം. 22 മുതൽ. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, സുസ്ഥത, സൗമ്യത ഇവയ്ക്ക് പ്രൈസ് ദി ലോർഡ്. നെറ്റ് ഇല്ലാന്ന് തോന്നുന്നു എനിക്ക്.
അവിടെ നെറ്റിന്റെ കംപ്ലൈന്റ് ആയിരിക്കും. ഞാൻ പറയുന്നത് ആത്മാവിന്റെ വായിച്ചോളൂ. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ക്രിസ്തുയേശുവിലുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഇവിടെ ഈ ഭാഗം നമുക്ക് ഒരു 2.5 മണിക്കൂർ പഠിക്കാം. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് രാവിലെ 6 മണി വരെ ഇരിക്കാനുള്ള ചിന്തയിലാണ് എന്ന് മനസ്സിലാക്കുന്നു. Praise the Lord. നമുക്ക് വിശാലമായി ഭാഗം വരുന്നുണ്ട്, ശ്രദ്ധിക്കുക. ഇവിടെ ആത്മാവിന്റെ ഫലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൗലോസ് തന്നെ മറ്റൊരിടത്ത് പറഞ്ഞിരിക്കുന്നു ആത്മാവിന്റെ ഫലങ്ങൾ. ദൈവരാജ്യത്തിന്റെ ഫലം വേറെ, ദൈവരാജ്യത്തിന്റെ ഫലങ്ങൾ വേറെ. ആത്മാവിന്റെ ഫലം എന്ന് പറയുന്നത് 9 കാര്യങ്ങളാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ ആത്മാവിന്റെ ഫലം 9 കാര്യങ്ങളാണ്. അത് കൊടുത്തില്ലെങ്കിൽ അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് രാജ്യത്തിന്റെ പുറത്താണെന്ന്. Praise the Lord. അപ്പൊ ഫലമില്ലാതെ പോയാൽ നമ്മൾ രാജ്യത്തിന്റെ പുറത്താകും. നമ്മൾ പഠിച്ചു വരുന്ന കാര്യം ശ്രദ്ധിക്കുക. ആദ്യം കൈമാറിയത് ആർക്കാണ്? യഹൂദനാണ്. രണ്ടാമത് കൈമാറിയത് ആർക്കാണ് എന്നറിയണ്ടേ? Praise the Lord. രണ്ടാമത് കൈമാറുന്നത് ലൂക്കോസ് 22:29-30 വായിച്ചാട്ട്. ലൂക്കോസ് 22:29-30 വാക്യങ്ങൾ. എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്ക് നിയമിച്ചു തരുന്നു. ഒരു ആമേൻ പറയാൻ എത്ര പേർക്ക് സന്തോഷമുണ്ട്? പിതാവ് പുത്രനെ രാജ്യം നിയമിച്ച് കൊടുത്തതുപോലെ നിങ്ങൾക്ക് നിയമിച്ച് തരും എന്നല്ല, തരുന്നു. പ്രസന്റ് സിമ്പിളാ. പെന്തക്കോസ്ത് നാളിലാണ് ദൈവരാജ്യം കൈമാറിയത് എന്ന് ഒത്തിരി പേര് പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ വായിച്ചിട്ട് ഇന്ന് വരെ കണ്ടില്ല. Praise the Lord. എല്ലാവരും ശ്രദ്ധിക്കണം. പെന്തക്കോസ്ത് നാളിൽ അതല്ല. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്നു, ശക്തി കിട്ടി, അന്യഭാഷ കിട്ടി, ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ദൈവരാജ്യം കൈമാറിയ കാര്യമല്ല. ദൈവരാജ്യം കൈമാറിയത് പെസഹ ദിവസമാണ്. Praise God. കൃത്യമായി എഴുതിയിട്ടുണ്ട്. പിതാവ് പുത്രനെ നൽകിയതുപോലെ പുത്രൻ രാജ്യം തരുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. തരുമെന്നല്ല, തരുന്നു. പ്രസന്റ് സിമ്പിളാ. ആകയാൽ ആദ്യം കൈമാറിയത് ദാവീദിന്റെ കുടുംബത്തിനെ. ഏകദേശം 1000 കൊല്ലം. കർത്താവിന്റെ ഭാഷയിൽ 1000 വർഷം ഒരു ദിവസമാണ്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലിരിക്കണം, പിന്നീട് അത് മനസ്സിലാകും. അപ്പൊ ഒരു ദിവസം യഹൂദന്റെ കയ്യിലിരുന്നു രാജ്യം, ഒരു ദിവസം ഇരുന്നു. എന്നാൽ കർത്താവ് എന്ത് ചെയ്തു? അവർ ഫലം കൊടുക്കാത്തത് കൊണ്ട് അത് ശിഷ്യന്മാരുടെ കയ്യിലേക്ക് കൊടുത്തു. ശിഷ്യന്മാരാണ് സഭയുടെ വാക്താക്കൾ, അവരാണ് അതിന്റെ അധികാരികൾ. അവർക്കത് കൈമാറി. രണ്ടാമത് കൈമാറിയത് ദൈവസഭയ്ക്കാണ്. Praise the Lord. ഇന്ന് രാജ്യം ഇരിക്കുന്നത്, ദൈവരാജ്യം ഇരിക്കുന്നത് യഹൂദന്റെ കയ്യിലല്ല, അത് പുതിയ നിയമ സഭയിലാണ് എന്നറിയുന്നവർ എത്ര പേരുണ്ട്? അപ്പൊ ഇവിടെ ചിന്തിച്ചു വന്ന കാര്യം ശ്രദ്ധിക്കണം. നിത്യമായ രാജ്യം, സ്വർഗാദി സ്വർഗങ്ങളാകുന്ന രാജ്യം നിലവിലുണ്ട്. അതിന്റെ ടെറിറ്ററി നിലവിലുണ്ട്. അത് നിലവിലുള്ളപ്പോൾ തന്നെ ആധിപത്യം കൈമാറിയിരിക്കുകയാണ്. Praise the Lord. ആധിപത്യം കൈമാറിയിരിക്കുകയാണ്. ഇത് നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടു എന്ന ഉത്തരവാദിത്തമുള്ളവർ എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? ഈ രാജ്യം എൻ്റെ ദൈവം ഞങ്ങളുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ ഫലം പുറപ്പെടുവിക്കണം. ഈ രാജ്യത്തോട് ബന്ധപ്പെട്ട് ലോകത്തിൽ അറിയിക്കാനുള്ള കാര്യം അറിയിക്കണം. ചെയ്തെടുക്കേണ്ടത് ചെയ്തെടുക്കണം. അത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, എൻ്റെ ഒബ്ലിഗേഷനാണ് എന്ന് അറിയുന്നവർ എത്ര പേരുണ്ട്? അവിടെയാണ് നമ്മുടെ വിജയം എന്നറിയുന്നവർ സന്തോഷത്തോടെ കരം ഉയർത്തി ഒരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞ് ആരാധിച്ചാണ്. നമ്മൾ മൂന്നാമത്തെ ഭാഗത്ത് കിടക്കുകയാണ്. വായിക്കാം. മത്തായി 25:34 വായിച്ചാൽ മതി, ബാക്കി ഞാൻ പറയാം. രാജാവ് തന്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളി. 31-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്,
എല്ലാ ജാതികളെയും വിളിച്ചു കൂട്ടും. ആ ജാതികളോടാ പറയുന്നേ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം കൈവശമാക്കുകീ. അപ്പൊ ലോകസ്ഥാപനം മുതൽ ജാതികൾക്ക് രാജ്യം കൈമാറുന്നുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് പിന്നാലെ പഠിക്കാം. അത് ഏത് രീതിയിലാണ് നമുക്ക് പഠിക്കാം? അതിന്റെ നിയമങ്ങൾ എന്താണ്, അതിന്റെ വശങ്ങൾ എന്താണ്? അപ്പൊ ലോകസ്ഥാപനം മുതൽ അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രാജ്യം അത് കൈമാറുന്നത് എപ്പോഴാ? കൃത്യമായിട്ട് ക്രിസ്തു ഒലിവുമലയിൽ വന്ന ശേഷമാണ്. യേശു ക്രിസ്തു ഒലിവുമലയിൽ വന്ന ശേഷമാണ് രാജ്യം കൈമാറുന്നത്. ഇപ്പോൾ കൃത്യമായ ഒരു അറിവ് നമുക്ക് ഒരുമിച്ച് കിട്ടി. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഈ തെളിവ് ആദ്യം ഹാജരാക്കുന്നത് നിങ്ങൾ ഭംഗിയായി മനസ്സിലാക്കാൻ വേണ്ടിയാണ്. രാജ്യം മൂന്നാമത് കൈമാറിയത് ആർക്ക് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടി. അപ്പൊ 1, 2, 3 ഞാൻ വളരെ ഭംഗിയായി പറയാം, ശ്രദ്ധിച്ചാട്ടെ. ഒന്നാമത് കൈമാറിയത് ദാവീദിനും കുടുംബത്തിനുമാണ്, അഥവാ ഇസ്രായേലിനാണ്, യഹൂദനാണ്. അവൻ ഫലം കൊടുക്കാതിരുന്നതിനാൽ രാജ്യം കൈമാറിയിരിക്കുന്നത് സഭയ്ക്കാണ്. സഭയിൽ നിന്ന് രാജ്യം കൈമാറുന്ന പ്രശ്നമില്ല. നിങ്ങൾ അറിഞ്ഞിരിക്കണം, സഭയ്ക്ക് കൊടുത്ത രാജ്യം കൈമാറുന്ന പ്രശ്നമില്ല. സഭയിലായിരിക്കുന്നവൻ ഫലം കൊടുത്തില്ലെങ്കിൽ അവന് രാജ്യം നഷ്ടപ്പെടുമെന്നുള്ളതാണ് സത്യം. പ്രൈസ് ദി ലോർഡ്. സഭയിൽ വന്നിരിക്കുന്ന വ്യക്തി രാജ്യത്തിന്റെ ഫലം കൊടുത്തില്ലെങ്കിൽ, ആത്മാവിന്റെ ഫലം കൊടുത്തില്ലെങ്കിൽ, ആത്മാവിന്റെ ഫലങ്ങൾ കൊടുത്തില്ലെങ്കിൽ രാജ്യം അവന് നഷ്ടപ്പെടും. ഈ ഒരു വലിയ അറിവിലേക്ക് നമ്മൾ വന്നു ചേരണം. രാജ്യം അവന് നഷ്ടപ്പെടും. യൂട്യൂബിലൂടെ, ഇതര മാർഗങ്ങളിലൂടെ ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാവരോടും പറയട്ടെ, ഇന്ന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരോടും പറയട്ടെ, രാജ്യത്തിന്റെ ഫലം കൊടുക്കുന്നതിലാണ് രാജ്യവും നമ്മൾ തമ്മിലുള്ള സ്ഥിരമായ ബന്ധം എന്നറിയുന്നവർ എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ ഞാൻ എടുത്തു പറയട്ടെ, രാജ്യത്തിന്റെ ഫലം, ആത്മാവിന്റെ ഫലം കൊടുക്കുന്നതിലൂടെയാണ് സ്ഥിരമായ ബന്ധം നമുക്കുള്ളത് എന്നറിയുന്നവർ എത്ര പേരുണ്ട്? ആ ബന്ധം നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം കൈകൾ ഉയർത്തി ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ, രാജ്യത്തിന്റെ ബന്ധം നിലനിർത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ദൈവരാജ്യവുമായിട്ടുള്ള ബന്ധം നിലനിർത്തണം 2 നിലയിൽ. 1, നിത്യതയിലേക്ക് പോകാനുള്ള നിത്യരാജ്യ ബന്ധം. 2, ഗതകാല നിത്യതയിൽ ഇപ്പോൾ ദൈവം നമുക്ക് കൈമാറിയ രാജ്യത്തിന്റെ അന്തർഭാഗത്ത് പ്രവേശിച്ച് അതിലുള്ള ഫലങ്ങൾ കൊടുത്ത് നിലനിൽക്കണം. ആ കാര്യം ഒന്നുകൂടെ എടുത്തു പറയുകയാണ്. നിങ്ങളുടെ അകത്ത് ശ്രദ്ധിക്കുക. നിത്യമായ രാജ്യത്തിലേക്ക് നമ്മൾ ഒരിക്കൽ ചെല്ലും, അത് നമ്മൾ എടുക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ ഗതകാല നിത്യതയിൽ, ഇപ്പോഴത്തെ നിത്യതയിൽ, ലോകം നിലനിൽക്കുന്ന നിത്യതയിൽ, ഈ സമയത്ത് 5 യുഗങ്ങളിൽ 3 ഗ്രൂപ്പിനെ രാജ്യം ദൈവം കൈമാറുന്നു. ആ രാജ്യം കൈമാറുമ്പോൾ കുറെ വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥകൾ നമ്മൾ അനുസരിച്ചേ പറ്റൂ എന്നറിയുന്നവർ എത്ര പേരുണ്ട്? അതനുസരിക്കുമെങ്കിൽ സ്ഥിരതയോട് ക്രിസ്തുവിനോട് ഒട്ടി നിൽക്കുമെങ്കിൽ ഓരോ ദിവസവും എന്തറിയുന്നുവോ അറിയുന്നത് അനുസരിക്കുക. തെറ്റുകൾ തിരുത്തി, കുറ്റങ്ങൾ തിരുത്തി, പാപങ്ങൾ തിരുത്തി, അഹന്തകൾ തിരുത്തി, അഹംഭാവങ്ങൾ തിരുത്തി വ്യക്തമായി പറയാം, കർത്താവേ, ആത്മാവിന്റെ ഫലവും ഫലങ്ങളും കൊടുത്ത്, ദൈവരാജ്യത്തിന്റെ ഫലം കൊടുത്ത് രാജ്യം നിലനിർത്തുവാൻ, രാജ്യത്തിൽ നിലനിൽക്കുവാൻ, നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം അധികമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വാസ്തവത്തിൽ ഇത് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? നിത്യരാജ്യ പ്രവേശനം അത് വളരെ വലുപ്പമുള്ളതാണ്. അതിലേക്ക് നമുക്കൊന്ന് കടക്കണം. പ്രൈസ് ഗോഡ്. നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കടക്കുകയാണ്. അത് അടുത്ത ബുധനാഴ്ചയായിരിക്കുന്നു മാത്രം. ആമേൻ. നമ്മുടെ സമയമായതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ വിഷയം എന്താ കിടക്കുകയാണ്. ഇനി വളരെയേറെ ആഴത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സ്ട്രക്ചർ നിങ്ങളുടെ അകത്ത് കയറിയ സന്തോഷം. ഈ ചോദ്യത്തിന് ഉത്തരം നമുക്ക് കണ്ടെത്തണം. നീ ഏത് സഭക്കാരനാണെന്ന് കർത്താവ് ചോദിക്കുന്നില്ല. നീ ഏത് മതക്കാരനാണെന്ന് ചോദിക്കുന്നില്ല. നീ ഏത് ഇസക്കാരനാണെന്ന് ചോദിക്കുന്നില്ല. ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നീ എൻ്റെ രാജ്യത്തിന്റെ മെമ്പർഷിപ്പ് എടുക്കാൻ തയ്യാറുണ്ടോ? ഗതകാല നിത്യതയിൽ കൈമാറുന്ന രാജ്യത്തിന്റെ അംഗത്വം എടുക്കാൻ നീ തയ്യാറുണ്ടോ? നിത്യമായ രാജ്യത്തിന്റെ അംഗത്വം എടുക്കാൻ നീ തയ്യാറുണ്ടോ? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം. ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടം നിത്യമായ ദൈവമാണ്, നഷ്ടം നിത്യനായ ക്രിസ്തുവാണ്,
നഷ്ടനിത്യനായ ആത്മാവാണ്, നഷ്ടനിത്യമായ സ്വർഗങ്ങളാണ്, നഷ്ടനിത്യമായ നമ്മുടെ അനുഭവങ്ങളാണ്, നിത്യമായ പ്രതിഫലങ്ങളാണ്. അവൻ നിത്യത നഷ്ടപ്പെടാതിരിക്കാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഏൽപ്പിച്ചു തന്ന രാജ്യത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന വലുപ്പത്തിൽ ഞാൻ ഉയരട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കൂ. സ്വർഗം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹൃദയംഗമായി എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഗതകാല നിത്യതയിൽ ഞങ്ങളെ ഏൽപ്പിച്ചു തന്ന നിത്യതയിൽ ഞങ്ങൾ വിശ്വസ്തരായി ഞങ്ങളെ ഏൽപ്പിച്ചു തന്ന ഗതകാല നിത്യതയിലെ നിത്യരാജ്യത്തിലേക്ക് പോകാനുള്ള പ്രോഗ്രാം ഇപ്പോൾ ഞങ്ങൾക്ക് തന്ന രാജ്യത്തിലെ നിയമങ്ങൾ അനുസരിച്ച് പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിഷ്കളങ്കമായി ആഗ്രഹിക്കുന്നവർ ദൈവത്തോടൊരു വാക്ക് പറഞ്ഞാട്ടെ. കർത്താവെ, ഞങ്ങൾ നിഷ്കളങ്കമായിട്ട് അത് ആഗ്രഹിക്കുകയാണ്. ആ വലിയ ആഗ്രഹം നിലനിർത്തുവാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കുക ദൈവത്തോട്. പ്ലീസ് പ്രേ ടു ഗോഡ്. കർത്താവ് നിലനിർത്തി തരണം, അതിനുവേണ്ട കൃപ തരണം, അതിനുവേണ്ട വിശുദ്ധി തരണം, അതിനുവേണ്ട ചിന്തകൾ തരണം, അതിനുവേണ്ട നല്ല നടത്തിപ്പ് തരണം. ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഇന്ന് യേശുവിലേക്ക് വരാത്തവരോട് ഞാൻ ഒരു വാക്ക് പറയട്ടെ. ഇന്ന് തന്നെ നിങ്ങൾ അവനെ കൈക്കൊള്ളണം. അവന്റെ നാമത്തിൽ നിങ്ങൾ വിശ്വസിക്കണം. അവന്റെ കൽപ്പന അനുസരിക്കാൻ ഇറങ്ങി വരണം. എനിക്ക് എൻ്റെ ജീവിതം തീരുമ്പോൾ യേശുവിനോട് ഒരുമിച്ച്, പിതാവായ ദൈവത്തോട് ഒരുമിച്ച്, പരിശുദ്ധാത്മാവിനോട് ഒരുമിച്ച് ഒരു നിത്യത വിശുദ്ധന്മാരോട് ഒരുമിച്ച് കഴിയണം. ആമേൻ. ഈ ലോകം കൊണ്ട് എൻ്റെ ജീവിതം തീരരുത്, ഒരു നിത്യത വേണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യേശുവിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ഈ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ റെജി തോമസ് അവർകൾക്കും ഫിലദൽഫിയ AG ഷാർജയിലുള്ള പ്രിയ അംഗങ്ങൾക്കും സഭയിൽ കൂടുന്ന എല്ലാവർക്കും, ഇന്ന് കടന്നു വന്ന പാസ്റ്റേഴ്സിനെ, ഇന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ട അംഗങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനവും നന്ദി അറിയിച്ചുകൊണ്ട് തൽക്കാലം കുത്തിടുന്നു. ഗോഡ് ബ്ലസ് യു. ആശ്ചര്യമേതുവാരാൽ വർണ്ണിച്ചിടാൻ, ആശ്ചര്യമേതുവാരാൽ വർണ്ണിച്ചിടാൻ, കൃപയേ 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 ചിന്തിയല്ലോ സ്വന്തരക്തമെനിക്കായി, ചിന്തിയല്ലോ സ്വന്തരക്തമെനിക്കായി, കൃപയേ 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 കൃപയേ.